ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നു. ആർക്കും വേണ്ടി ഞങ്ങൾ ഒരു ഫേവറിസം കാണിക്കില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോകും. സത്യമാണോ നീ പറയുന്നത്? സത്യം സത്യം സത്യം. ആരിടത്തും ഒരു പ്രത്യേകതയോ പരിഗണന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ എനിക്കും ബിഗ് ബോസിനോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് കുടുംബത്തിനോ അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. വിശ്വാസമായില്ലേ? ആ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ആരും വലിയ ആൾക്കാരല്ല, മനസ്സിലായില്ലേ? ആർക്കും വേണ്ടി ഞങ്ങൾ ഒരു ഫേവറിസം കാണിക്കില്ല. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലും ശരി, ഭഗവതി ആണ് സത്യം. നിനക്ക് നാണമില്ല ക്രിസ്പി വിളിച്ചെന്നോട് പറയാൻ? കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ മണ്ടന്മാരാണോ? അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ജാസ്മിൻ, അത് അയാളുടെ ഒരു മോശമായ ആക്ടിന് അത് നിങ്ങളത് ആ സോറി അക്സെപ്റ്റ് ചെയ്തത് വലിയ കാര്യം കേട്ടോ. പിന്നെ ഭാരത് മഹാ അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് അയ്യോ മാസ് ഷോ ഓഫ് എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി, അറിയാതെ സംഭവിച്ചു പോയതാണ്. സ്വാഭാവികം. അവനെന്നെ അറിയില്ല, എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. മടി കിടത്തി വലിച്ചു കീറിയാനാ. അപ്പൊ എന്തുകൊണ്ടാണ് അവനത് കാണിക്കേണ്ടി വന്നത്? അഥവാ അവൻ അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള വടി അവൻ തന്നെ കൊടുത്തു കാണും. ഗദ്ദി കെട്ടിട്ടായിരിക്കും സിബിൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഗതി കെട്ടാ പോയി പുല്ലും തിന്നല്ലേ. അപ്പൊ ഒരു ശിക്ഷ എന്ന് പറയുന്നത് സിബിന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. അത്രേ ഉള്ളോ? എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് സിബിൻ വെളിയിൽ പോയിരിക്കുന്നു. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. ഞാൻ മാത്രമല്ല, ബിഗ് ബോസ് മാത്രമല്ല, ഇത് കാണുന്ന ആൾക്കാരുടെ കമന്റുകളും കൂടെ ആണ്. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. മറ്റേ വർത്തമാനം പറഞ്ഞോണ്ടോ? ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണോ? നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. അതിനകത്തൊരു അനീതി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം സിബിനേക്കാൾ കൂടുതൽ മോശം പരാമർശങ്ങളും മോശം പ്രവൃത്തികളും ചെയ്തവർ അവിടെ ഞെളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. ഇതെവിടെ തന്നെയായും അടച്ചിട്ട് മണലി വരാൻ പോണേ ഇറക്കാം. അപ്പൊ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് അയ്യോ മാസ് ഷോ ഓഫ് എന്ന് പറഞ്ഞപ്പോ പറയാറില്ലേ ആൾക്കാര് മാസ്റ്റർ ഷോ ഓഫ് എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ കാര്യമില്ല, അതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ശരിയാണ്. കുട്ടിയല്ലേ അവള്, ഇതൊക്കെ അത്ര കാര്യാക്കാനുണ്ടോ? അവളെ നോക്കണം, പാവം കുട്ടിയാ. തമ്പുരാട്ടി ഈ തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസ്താണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ അറിയാൻ പാടില്ലാത്തത് ചോദിച്ചു. തെറിവാക്കുകൾ അല്ലെങ്കിൽ മോശം പരാമർശങ്ങൾ നടത്തിയ കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല. അവിടെ പലരും ഉണ്ട്. ഈ പറയുന്ന ഗബ്രി നടത്തിയിട്ടുണ്ട്, ജാസ്മിൻ നടത്തിയിട്ടുണ്ട്. എന്തേ അവർക്കൊന്നും പണിഷ്മെന്റ് കൊടുക്കണം? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിക്ക്. സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. പറ്റിക്കല്ല, ഇത് വേറെ പ്രശ്നമുണ്ട്. മധുപകരൂ നീ താരകേ.